വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ, ഖത്തർ. അധ്യായം 398. മാനസികാരോഗ്യമാണ് ഏറ്റവും പ്രധാനം. ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായിരുന്നു. ജീവിതത്തിൽ ശാരീരികാരോഗ്യം പോലെ അല്ല, അതിലുമധികം പ്രധാനമാണ് മാനസികാരോഗ്യമെന്നും ഈ രംഗത്തുണ്ടാകുന്ന വീഴ്ചകൾ ജീവിതം തന്നെ ദുസ്സഹമാക്കുമെന്നും ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ലോക മാനസികാരോഗ്യ ദിനം. മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവഗണിക്കേണ്ടവയല്ലെന്നും ആവശ്യമായ ഘട്ടങ്ങളിൽ ചികിത്സ തേടാൻ വൈമനസ്യം കാണിക്കേണ്ടതില്ലെന്നും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ആവശ്യമായ സമയത്ത് യോജിച്ച ഇടപെടലുകളും സഹായവും സ്ഥിതിഗതികൾ മാറ്റിമറിക്കുമെന്നതിൽ സംശയമില്ല. ലോകത്ത് പല ആളുകളും വിവിധ തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ശാരീരിക പ്രയാസങ്ങളെപ്പോലെ മാനസിക പ്രയാസങ്ങളെ പരിഗണിക്കുകയോ ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുകയോ ചെയ്യുന്നതിൽ പലരും പിന്നിലാണ്. ഈ പശ്ചാത്തലത്തിലാണ് മാനസികാരോഗ്യത്തെക്കുറിച്ച ബോധവൽക്കരണത്തിനായി എല്ലാ വർഷവും ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. ഈ ദിനത്തിന്റെ ലക്ഷ്യം മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും മനഃശാസ്ത്രപരമായ രോഗങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കുകയും ഓരോരുത്തരും തങ്ങളുടെ മനസ്സിനെയും മനോനിലയെയും ആരോഗ്യകരമായി പരിപാലിക്കാൻ പ്രോത്സാഹിപ്പിക്കലുമാണ്. മാനസികാരോഗ്യം എന്നത് വെറും രോഗമില്ലായ്മയല്ല. അത് മനസ്സിന്റെ സമാധാനം, ആത്മവിശ്വാസം, വ്യക്തിത്വത്തിന്റെ സമതുലിതാവസ്ഥ എന്നിവയോടുകൂടിയ സമഗ്രമായ ജീവിതശൈലിയാണ്. മനസ്സിന് താളപ്പിഴകൾ സംഭവിക്കുമ്പോൾ ജീവിതം തന്നെ ദുസ്സഹമാകാം. എന്നാൽ തക്ക സമയത്തെ കൃത്യമായ ഇടപെടലുകൾ സ്ഥിതിഗതികൾ മാറ്റിമറിക്കും. കൗൺസിലിംഗും ചികിത്സയുമൊക്കെ വലിയ ഫലം ചെയ്യും. ജീവിതത്തിൽ ബാക്കിയാകുന്നത് കുറേ ഓർമ്മകളാണ്. നമ്മുടെ മനസ്സും ശരീരവും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് സന്തോഷകരമായ മുഹൂർത്തങ്ങളും ഓർമ്മകളും ഉണ്ടാവുക. കണ്ണും കാതും മനസ്സും തുറന്നു വയ്ക്കുന്നവർക്കേ വളരാനും വികസിക്കാനും കഴിയൂ. ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസം നിലനിർത്തുകയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുകയും ചെയ്യുക. നാം നടന്നു തുടങ്ങുമ്പോഴാണ് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരിക. പുഴയുടെ ഒഴുക്കിന് പാറക്കെട്ടുകളും വളവുകളും തടസ്സങ്ങളുണ്ടാക്കും. എന്നാൽ ആ തടസ്സങ്ങൾ പുഴയുടെ ഒഴുക്കിനെ നിർത്തുന്നില്ല. തടസ്സങ്ങൾ വരുമ്പോൾ വഴിമാറി ഒഴുകാനോ അല്ലെങ്കിൽ തടസ്സങ്ങളെ ഊർജ്ജസ്വലതയോടെ മറികടക്കാനോ നമുക്ക് സാധിക്കണം. ഓരോ വെല്ലുവിളിയും നമ്മെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ശക്തിയോടെ അടുപ്പിക്കാനുള്ള പുതിയ വഴികൾ തുറക്കും. നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ തടസ്സം നമ്മുടെ ഏറ്റവും വലിയ അവസരമാക്കി മാറ്റാനാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. തടസ്സങ്ങൾ മറികടക്കാൻ ആവശ്യമായ അദൃശ്യമായ ശക്തി നമുക്കുള്ളിൽ തന്നെയുണ്ട്. ആ ആന്തരിക ശക്തിയെ എങ്ങനെ പുറത്തെടുക്കണമെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. അതിന് സ്വയം കഴിയുന്നില്ലെങ്കിൽ ഒരു മികച്ച വഴികാട്ടിയുടെ സഹായം തേടുക. മാനസികാരോഗ്യം നിലനിർത്തുവാൻ പോസിറ്റിവിറ്റി നിലനിർത്തുകയെന്നത് വളരെ അത്യാവശ്യമാണ്. മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ നിറയുമ്പോൾ സ്വാഭാവികമായും പോസിറ്റീവ് നടപടികൾ ഉണ്ടാകും. മനസ്സിനെ പരിപാലിക്കുക. അത് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ്. മനസ്സിന്റെ ശാക്തീകരണത്തിലൂടെ ജീവിതത്തിൽ വിസ്മയങ്ങൾ സംഭവിക്കാം. ദുരന്തങ്ങൾ, സാമൂഹികാരോഗ്യ അടിയന്തരങ്ങൾ മുതലായ സാഹചര്യങ്ങളിലെ മാനസികാരോഗ്യ പരിപാലന സേവനങ്ങളുടെ ലഭ്യതയാണ് ഈ വർഷത്തെ മാനസികാരോഗ്യ ദിന പ്രമേയം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനസ്സിനെ ശാന്തമാക്കാനും സമൂഹത്തിന്റെ മാനസികാരോഗ്യം ഉറപ്പുവരുത്താനുമുള്ള സാമൂഹികവും സാംസ്കാരികവുമായ തലങ്ങളാണ് ഈ പ്രമേയം വിശകലന വിധേയമാക്കുന്നത്. ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഹംഗേറിയൻ എഴുത്തുകാരൻ ലാസ്ലോ ക്രാസ്നഹോർക്കയ്ക്കാണ് ലഭിച്ചത് എന്ന കാര്യം ആനുഷംഗികമായി ഓർക്കുന്നു. അപ്പോക്കലിപ്റ്റിക് ഭീകരതയുടെ നടുവിൽ കലയുടെ ശക്തിയെ ഊട്ടിയുറപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ശ്രദ്ധേയവും ദർശനാത്മകവുമായ പ്രവർത്തനത്തിനാണ് അംഗീകാരം. മനുഷ്യ മനസ്സിന്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചും വിഷാദം നിറഞ്ഞ ലോകത്തെക്കുറിച്ചുമുള്ള വിശകലനങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികളുടെ ഇതിവൃത്തം. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974 555 26275 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.